ഹായ് ഗൈസ്, എല്ലാവർക്കും ടെക് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഓൺലൈൻ ക്ലാസ്സുകളും അതുപോലെ തന്നെ ഓൺലൈനിൻ്റെ ബേസ് ആയിട്ടാണ് ഇപ്പോൾ നമ്മുടെ ക്ലാസ് നടക്കുന്നതും അതുപോലത്തെ മിക്ക കാര്യങ്ങളും ഇപ്പോൾ ഓൺലൈനിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഓൺലൈനായ സാഹചര്യത്തിൽ നമ്മളിപ്പോൾ ക്ലാസ് റൂമൊക്കെ നടത്തുകയാണെങ്കിൽ നമ്മളതൊക്കെ നമ്മുടെ വാട്സപ്പിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ആ ഗ്രൂപ്പിൽ നമ്മുടെ ക്ലാസ്സിൻ്റെ പേര് ഇട്ടിട്ട് അതിൽ നമ്മുടെ സ്റ്റുഡൻസിനൊക്കെ ആഡ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം അതിലാണ് നമ്മൾ ഈ ലിങ്കുകളും അല്ലെങ്കിൽ ഈ അസൈൻമെൻറ്റുകളും അല്ലെങ്കിൽ വർക്കുകളൊക്കെ നമ്മൾ അയച്ചു കൊടുത്തിട്ട് കുട്ടികൾക്ക് അല്ലെങ്കിൽ സ്റ്റുഡൻസിന് കാണാനുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗൂഗിൾ ക്ലാസ് റൂമിനെ പറ്റിയാണ്. നമ്മൾ ഈ വാട്സപ്പിലൂടെ ഇങ്ങനെ അസൈൻമെൻറ്റുകൾ കൊടുക്കുമ്പോൾ അതുപോലെ അത് എഴുതി അല്ലെങ്കിൽ അസൈൻമെൻറ്റ് പൂരിപ്പിച്ച് നമുക്ക് തിരിച്ച് സെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിലത്തെ സ്റ്റോറേജാണ് പോകുന്നത്. അതുപോലെ തന്നെ നമ്മളൊരു മീറ്റിൻ്റെ ലിങ്ക് അയക്കുകയാണെങ്കിലും അപ്പോൾ നമ്മൾ കുട്ടി കയറാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ മെസ്സേജസ് വരാറുണ്ട്. അങ്ങനെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. ഞങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ ഉള്ളത് തന്നെയാണ്. അപ്പോൾ മിക്ക ക്ലാസ്സിലും ഇതൊക്കെ നടക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മുടെ ഫോൺ ഹാങ് ആവാനും അടക്കം ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഗൂഗിൾ ക്ലാസ് റൂം വെച്ചാണ് നമ്മളിങ്ങനെ ഓൺലൈൻ ക്ലാസ്സുകളെല്ലാം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നല്ല സ്മൂത്തായിട്ട് ക്ലാസ് കൊണ്ടു നടക്കാൻ പറ്റും. നിങ്ങൾക്ക് ഈ മീറ്റിങ്ങിൻ്റെ ലിങ്കും അതുപോലെ തന്നെ അസൈൻമെൻറ്റുകളും എല്ലാം നിങ്ങൾക്ക് ഈ ഗൂഗിൾ ക്ലാസ് റൂമിലൂടെ നിങ്ങൾക്ക് സ്റ്റുഡൻസായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആ ഗൂഗിൾ ക്ലാസ് റൂമിന് ഉപയോഗങ്ങൾ അതുപോലെ തന്നെ അതിൽ എങ്ങനെ നമുക്കൊരു ഫോം അല്ലെങ്കിൽ ഒരു അസൈൻമെൻറ്റ് ഫില്ല് ചെയ്യാം, അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ഇനി എങ്ങനെ ഒരു ഗൂഗിൾ ക്ലാസ് റൂം ക്രിയേറ്റ് ചെയ്യണമെന്ന് നോക്കാം. ഈ ഗൂഗിൾ ക്ലാസ് റൂം നമുക്ക് പറഞ്ഞാൽ ഫോണിലും ക്രിയേറ്റ് ചെയ്യാം. അതിന് ഗൂഗിൾ ക്ലാസ് റൂം എന്ന് പറഞ്ഞാൽ ഒരു ആപ്പ് വെച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പക്ഷെ ഞാൻ പ്രിഫർ ചെയ്യുന്നത് കമ്പ്യൂട്ടറിൽ ചെയ്യണതായിരിക്കും. അതാകുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും കൂടി എളുപ്പത്തിൽ ക്ലാസ് ഉണ്ടാക്കാനായി സാധിക്കുന്നതായിരിക്കും. പിന്നെ വേറെ കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഫയലുകൾ നമുക്ക് ഈ ഗൂഗിൾ ക്ലാസ് റൂമോടെ റിസീവ് ചെയ്യണമെങ്കിൽ അത് നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് എടുക്കുന്നതല്ല, അത് നമ്മുടെ ഗൂഗിൾ സ്പേസിലാവും അത് വരുന്നത്. ഇനി നമുക്ക് ഒരു ഗൂഗിൾ ക്ലാസ് റൂം എങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്ന് നോക്കാം. അത് നമ്മൾ ഒരു മെയിൽ ഓപ്പൺ ചെയ്ത് വയ്ക്കുക. എന്നിട്ട് അതിൽ ഗൂഗിൾ ആപ്സിൽ പോയിട്ട് ഇത്തിരി അടിയിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഗൂഗിൾ ക്ലാസ് റൂം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കാണാനായി സാധിക്കും. അതുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇത്ര നേരം വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ക്ലാസ് റൂം ഇവിടെ കാണുന്നതായിരിക്കും. ഞാൻ ഇതുവരെ ഒരു ക്ലാസ് റൂം ഉണ്ടാക്കിയിട്ടില്ല, അതുകൊണ്ടാണ് ഇതിങ്ങനെ കാണുന്നത്. നമുക്കിനി ഒരു പുതിയ ക്ലാസ് റൂം ഉണ്ടാക്കണമെങ്കിൽ ഇവിടുത്തെ ഈ പ്ലസ് ബട്ടൺമേ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ 2 ഓപ്ഷൻസ് ആണുള്ളത്, ജോയിൻ ക്ലാസ്സും അതുപോലെ തന്നെ ക്രിയേറ്റ് ക്ലാസ്സും. ഈ ജോയിൻ ക്ലാസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ക്ലാസ്സിൽ ജോയിൻ ആവുന്ന സ്റ്റുഡൻസിനൊക്കെ ഒരു ക്ലാസ്സിൽ ജോയിൻ ആവാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ക്രിയേറ്റ് ക്ലാസ്സാണ് ചെയ്യുന്നത്, ഒരു ക്ലാസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ ഇൻസ്ട്രക്ഷൻസൊക്കെ നിങ്ങൾ വായിച്ച് നോക്കുക. ഇൻസ്ട്രക്ഷൻസ് എല്ലാം വായിച്ച ശേഷം നിങ്ങൾ ഇവിടുത്തെ ഈ ടിക്ക് കൊടുത്തിട്ട് കണ്ടിന്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് നമ്മൾ ക്ലാസ്സിൻ്റെ നെയിം അടിച്ചു കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെയിം അടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 7th സ്റ്റാൻഡേർഡ് കമ്പ്യൂട്ടർ ക്ലാസ്സിന് അടിച്ചിട്ടുണ്ട്. സെക്ഷനായി അടിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ക്ലാസ്സാണ്, അതായത് 7ാം ക്ലാസ് അങ്ങനത്തെ ക്ലാസ്സാണ് നമ്മൾ സെക്ഷനിൽ അടിച്ചു കൊടുക്കേണ്ടത്. ഞാനിവിടെ V11D 7th D അടിച്ചു കൊടുത്തു. ഇനി നമുക്ക് സബ്ജക്റ്റ് അടിച്ചു നോക്കാം. അത് നമ്മൾ ഈ സബ്ജക്റ്റ് തന്നെയാണ് ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പം ഞാനിവിടെ കമ്പ്യൂട്ടർ എന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ സയൻസും കൂടി എത്തുന്നുണ്ട്. ഇനി നമുക്ക് റൂമായിട്ട് നമുക്ക് ഏത് നമ്പർ കൂടി വേണം അങ്ങനെ കൊടുക്കാം. കാരണം അതേ നെയ്യുമ്പോൾ 2-3 ക്ലാസ്സുകൾ വരാണെങ്കിൽ നമുക്ക് ഈ റൂമിൻ്റെ നമ്പർ മാറ്റി കൊടുത്താൽ മതി. ഞാനിത് 1 എന്നാണ് കൊടുക്കുന്നത്. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പറഞ്ഞ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിപ്പോൾ നമ്മുടെ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ് ഇപ്പോൾ ക്രിയേറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്കിതിൻ്റെ തീമൊക്കെ മാറ്റാം. തീം മാറ്റുന്നതിനടുത്ത് സെലക്ട് തീം എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള തീമുകൾ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇഷ്ടം പോലെ തീമുകൾ അവർ തരുന്നുണ്ട്. നമുക്ക് ഓരോ സബ്ജക്റ്റിന് വേണ്ടിയിട്ട് അത് പ്രത്യേകം തീമുകളാണ് തരുന്നത്. മാത്സിന് വേണമെങ്കിൽ ഇങ്ങനത്തെ തീം എടുക്കാം, അല്ലെങ്കിൽ സയൻസിന് വേണ്ടി ഇതുപോലത്തെ തീം എടുക്കാം, അല്ലെങ്കിൽ ആർട്സ് ആണ് സബ്ജക്റ്റെങ്കിൽ ആർട്സ് ബേസ്ഡ് ആയിട്ടുള്ള തീമുകൾ, അതുപോലെ തന്നെ സ്പോർട്സ് ആണെങ്കിൽ സ്പോർട്സ് ബേസ് ആയിട്ടുള്ളത്. അങ്ങനെ ഓരോ തീമുകൾ നമ്മുടെ ക്ലാസ്സിൻ്റെ സാധാരണ ഒരു ക്ലാസ്സിലുണ്ടാവുന്ന തീമുകളാണ് ഇവിടെ എല്ലാം കൊടുത്തിട്ടുള്ളത്. നമുക്കിതൊന്ന് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഈ കമ്പ്യൂട്ടറിൻ്റെ ഫോട്ടോ ഇതിൽ ഓൾറെഡി വന്നതിൽ നമ്മളിവിടെ കമ്പ്യൂട്ടർ സയൻസിന് അടിച്ചു കൊടുത്തതാണ്. അവർ അതിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ഇമേജ് തന്നെ അവർ തീമാക്കി ഇട്ടിരിക്കുന്നത്.
പിന്നെ ഇതാണ് ക്ലാസ് കോഡ്. ഇതെന്താണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ പറഞ്ഞുതരാം. നമുക്ക് ഇനി ഇതിൽ സ്റ്റുഡൻസിനെ ആഡ് ചെയ്യണം. സ്റ്റുഡൻസിനെ ആഡ് ചെയ്യാൻ വേണ്ടി പീപ്പിൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ടീച്ചേഴ്സും സ്റ്റുഡൻസിനും കാണാൻ പറ്റും. ഇനി നമുക്കൊരു ടീച്ചറിനെ നമുക്കിതിൽ ആഡ് ചെയ്യണം. ഇപ്പോൾ ചിലപ്പോൾ ഒരു ക്ലാസ്സിൽ തന്നെ 2-3 ടീച്ചേഴ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ടീച്ചേഴ്സിനെ ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇവിടുത്തെ ഇൻവൈറ്റ് ടീച്ചേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങളൊരു മെയിൽ ഐ ഡി, ആ ടീച്ചറിൻ്റെ മെയിൽ ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ടൈപ്പ് ചെയ്യാണ്. ഞാനിപ്പോൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മളിവിടെ മെയിൽ ഐ ഡി അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇൻവൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇൻവൈറ്റഡ് എന്ന് പറഞ്ഞ് വരും. അപ്പോൾ അവർക്ക് നോട്ടിഫിക്കേഷൻ എത്തുന്നതായിരിക്കും. വേണമെങ്കിൽ നമുക്ക് അവർക്ക് അവിടെ നിന്ന് ജോയിൻ ചെയ്യാവുന്നതായിരിക്കും. ഇനി അടുത്തതാണ് സ്റ്റുഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റിനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് ആഡ് ചെയ്യാൻ വേണ്ടി 2 വഴികളുണ്ട്. ഒന്നെങ്കിൽ നമുക്കൊരു ലിങ്ക് വെച്ചിട്ട് കോപ്പി ചെയ്തിട്ട് നമ്മൾ ഇപ്പോൾ ഓൾറെഡി ഉള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ പേസ്റ്റ് ചെയ്ത് അവർക്ക് അയച്ചു കൊടുക്കാം. അല്ലെങ്കിൽ അവൻ്റെ മെയിൽ ഐ ഡി ടൈപ്പ് ചെയ്ത് അയച്ചു കൊടുക്കാം. ഈ മെയിൽ ഐ ഡി ടൈപ്പ് ചെയ്യണതാവും ഇതിനോട് നല്ലത്. കാരണം ഇതിൽ ആൾക്കാർ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് വലിയ നോട്ടിഫിക്കേഷൻ ഒന്നും കിട്ടില്ല. അതുകൊണ്ട് വല്ല നമ്മുടെ ക്ലാസ്സിന് പോയിട്ടുള്ള വല്ല ആൾക്കാർ കയറി വന്നാലും നമുക്ക് അറിയാൻ പറ്റില്ല. അത് നമ്മൾ തപ്പി കണ്ടുപിടിക്കേണ്ടതെന്ന് വരും. അപ്പോൾ അതുകൊണ്ട് ഇമെയിൽ ഐ ഡി വെച്ചിട്ട് നമ്മൾ ചെയ്യണതാവും ഏറ്റവും സെക്യൂർ ആയിട്ടുള്ള മാർഗം. അപ്പോൾ നമുക്ക് അറിയാൻ ആൾക്കാർ മാത്രമേ ജോയിൻ ആവുള്ളൂ. ഇനി ഇതുപോലെ ലിങ്കും അയച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ചെയ്യാൻ പറ്റണത്, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ക്ലാസ് കോഡിനെ വെച്ചിട്ട്, ഈ ക്ലാസ് കോഡ് പറഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഈ ക്ലാസ് കോഡ് അവർക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ ഈ ക്ലാസ്സസിൽ അവരുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ പോയിട്ട് ജോയിൻ ക്ലാസ് റൂം ക്ലിക്ക് ചെയ്തിട്ട് അവിടെ നമ്മളുടെ ഈ ക്ലാസ് കോഡ് വേണമെങ്കിൽ നമ്മൾ വാട്സപ്പിൽ പേസ്റ്റ് അവർക്ക് കോപ്പി ചെയ്തിട്ട് അവർക്ക് പേസ്റ്റ് ചെയ്ത് ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനിപ്പോൾ ജോയിൻ ചെയ്യുന്നില്ല, കാരണം ഇത് എൻ്റെ ക്ലാസ് തന്നെയാണ്. അപ്പോൾ ഇതാണ് ഈ ക്ലാസ് കോഡിൻ്റെ ഉപയോഗം. അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇത്രയും ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ ഇനി ഇതാണ് നമ്മുടെ ഈ ക്ലാസ് കോഡ്. ഇനി അടുത്തതാണ് ഇവിടെയുള്ള ഷെയർ വിത്ത് യുവർ ക്ലാസ്. ഈ ഷെയർ വിത്ത് യുവർ ക്ലാസ് ഇതിൻ്റെ വളരെ നല്ലൊരു കാര്യമാണ്. അതായത് നമുക്ക് നമ്മുടെ സ്റ്റുഡൻസ് ആയിട്ട് ഏതെങ്കിലും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞത് ഈ ക്ലാസ് വർക്ക് അല്ല, അതിന് വേറെ സെക്ഷൻ ഉണ്ടാവും. ഞാൻ ഇത്ര നേരം കഴിഞ്ഞാൽ പറഞ്ഞുതരാം. ഈ ഷെയർ വിത്ത് യുവർ ക്ലാസ്മേറ്റ്സിനെ വെച്ച് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും പറഞ്ഞുതരാം. സെറ്റ് ടുമാറോ there is one exam അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ക്ലാസ് ആയിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണിത്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളെ സ്കൂള് ബന്ധമായിട്ടുള്ള വല്ല അച്ചീവ്മെൻറ്റ്സ് നമുക്ക് കിട്ടി, അപ്പോൾ സ്കൂൾ ഹാസ് ബോൺ എന്ന് പറഞ്ഞിട്ട് കൺഗ്രാജുലേഷൻ പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഈ ആഡ് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ എല്ലാം ഫോട്ടോസ് ഇതിൽ അപ്ലോഡ് ചെയ്യാം. അല്ലെങ്കിൽ വല്ല ക്ലാസ് സംബന്ധമായുള്ള യൂട്യൂബ് വീഡിയോസ് നമുക്കുണ്ടെങ്കിൽ ഈ ആഡ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ യൂട്യൂബിൽ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ കൈറ്റ് വിക്ടേഴ്സിൻ്റെ നമുക്ക് വേണമെങ്കിൽ ടൈപ്പ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൈറ്റ് വിക്ടേഴ്സിൻ്റെ ക്ലാസ്സുകൾ ലഭ്യമാണ്. നമുക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലാസ് സെലക്ട് ചെയ്തിട്ട് ആഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇതിൽ കാണുന്നതായിരിക്കും. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിപ്പോൾ നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇതിൽ നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാനിവിടെ എഴുതാണ് ടുഡേയ്സ് ക്ലാസ്സിനെ ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ഇത് ആഡ് ആയി കഴിഞ്ഞ് നമ്മുടെ പോസ്റ്റ് ക്രിയേറ്റ് ആയി. അപ്പോൾ ക്ലാസ്സിലത്തെ ആൾക്കാർക്ക് ഇത് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇപ്പോൾ സ്റ്റുഡൻസിന് വല്ല കാര്യങ്ങൾ നമുക്ക് ഇതിന് വല്ല റിപ്ലൈസ് തന്നെങ്കിൽ അവർക്ക് വേണമെങ്കിൽ റിപ്ലൈ ചെയ്യാം. ഞാനിപ്പോൾ അത് കാണിച്ചത് നിങ്ങൾക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു റിപ്ലൈ ആയി വന്നത് കാണാം, താങ്ക് യു എന്നുള്ളത്. ഇത് ഞാൻ തന്നെ കയറിയത് ഐഡിയിൽ കയറിയതാണ്. ഇവിടെ താങ്ക് യു എന്ന് പറഞ്ഞാൽ നമുക്ക് റിപ്ലൈ വന്നിട്ടുണ്ട്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് സ്റ്റുഡൻസിന് റിപ്ലൈ എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത സെക്ഷൻ നോക്കാം. അടുത്ത സെക്ഷനാണ് ഇതിൻ്റെ ക്ലാസ് വർക്ക്സ് എന്ന് പറഞ്ഞ സെക്ഷൻ. നമ്മൾ അതുമ്പോൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്ലാസ് വർക്കുകൾ അവർക്ക് കൊടുക്കാനായി സാധിക്കും. അപ്പോൾ ക്ലാസ് വർക്ക് നമ്മൾ അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ക്രിയേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് എങ്ങനത്തെയാണ് വേണ്ടതെന്ന് ഉണ്ടാവും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ അസൈൻമെൻറ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അസൈൻമെൻറ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ അസൈൻമെൻറ്റിന് ഒരു ടൈറ്റിൽ ഉണ്ടാവും. ആ ടൈറ്റിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എക്സാമിനാ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്യുക. ഇൻസ്ട്രക്ഷൻസ് എന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ വല്ല ഇൻസ്ട്രക്ഷൻസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണമെങ്കിൽ വല്ല PDF ഫയലുകളോ അങ്ങനത്തെ ഞാൻ പറഞ്ഞല്ലോ വല്ല PDF ഫയലുകളോ അല്ലെങ്കിൽ ഇമേജുകളോ നമുക്ക് വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം. അപ്ലോഡ് ചെയ്യാനായി ഇത് അപ്ലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ബ്രൗസർ ക്ലിക്ക് ചെയ്യുക. അത് നിങ്ങളുടെ കമ്പ്യൂട്ടറിലുള്ള ഏതെങ്കിലും ഒരു PDF ഫയല് ഇതിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തിട്ട് സ്റ്റുഡൻസിന് അയച്ചു കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് അയച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ഗൂഗിൾ ഡ്രൈവിൻ്റെ ഒരു ഇമേജ്
അല്ലെങ്കിൽ നമുക്കൊരു ഫോം ഉണ്ടാക്കാം. അത് ഫോം അയച്ചെടുക്കുക. അതിന് വേണ്ടി ക്രിയേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അല്ല ഫോംസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്രിയേറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇത്ര നേരത്തിനുള്ളിലാണ് നമ്മുടെ ഫോമിൽ എത്തുന്നതായിരിക്കും. നമുക്ക് ഇവിടെ ആ ഫോമിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതാം. എക്സാം അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനായിട്ട് നമ്മുടെ ക്ലാസ്സിൻ്റെ പേര് എഴുതാം. അന്ന് ക്വസ്റ്റ്യൻ 1 ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിന് മുമ്പ് തന്നെ 3 വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഫോമിൻ്റെ ബേസ് ആയിട്ടുള്ള 3 വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊരു ഇങ്ങനെ പരീക്ഷ ഉണ്ടാക്കുന്നതിന് ഒരു വീഡിയോ നമ്മൾ ചെയ്തതിന് വളരെയധികം റെസ്പോൺസാണ് കിട്ടിയത്. 10,000 വ്യൂസ് കിട്ടിയ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ആ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടിട്ട് എങ്ങനെ ഇതുപോലത്തെ ഒരു ഫോം ഉണ്ടാക്കണം അല്ലെങ്കിൽ ക്വിസ് ഉണ്ടാക്കണം എന്ന് നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ഫോം ഉണ്ടാക്കാൻ ഞാനിപ്പോൾ വേറൊരു ക്വസ്റ്റ്യനായിട്ട് ഹായിനിട്ടൊരു ഓപ്ഷൻ 1 നമുക്ക് വേണമെങ്കിൽ ഇത് ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ആക്കിയിട്ട് ഇതിന് ഓപ്ഷൻ 1 ഹലോ അതുപോലെ തന്നെ ഹായ് ഇങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കാം. നിങ്ങൾക്ക് ഇത് നമ്മളിതിന് മുമ്പ് വീഡിയോ ചെയ്ത കാരണമാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാത്തതും ചെയ്ത് കാണിച്ചു തരാത്തതും. നമ്മൾ ഇത്രയ്ക്കും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി സേവ് ആവണം. നമ്മൾ നമ്മൾ നേരത്തെ വീഡിയോസിൻ്റെ പോലെ തന്നെ സെൻഡ് ക്ലിക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ ക്ലാസ് റൂമിൽ ഓൾറെഡി വന്ന് കിടക്കുന്നതായിരിക്കും. ഇനി നമ്മൾ ജസ്റ്റ് അസൈൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൽ വല്ല പോയിന്റ്സ് സെറ്റ് ചെയ്യാം. അതുപോലെ നമുക്ക് വല്ല ഡേറ്റ് സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് വല്ല ഡേറ്റ് സെറ്റ് ചെയ്യാം. അതായത് ഇന്ന ദിവസത്തിനുള്ളിൽ അപ്ലോഡ് ചെയ്യണം എന്ന് ഇങ്ങനെ വല്ല ഡേറ്റുകൾ സെറ്റ് ചെയ്യാൻ നമുക്ക് ഡേറ്റ് സെറ്റ് ചെയ്യാം. ടോപ്പിക്ക് വേണമെങ്കിൽ ടോപ്പിക്ക് സെറ്റ് ചെയ്യാം. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. നിർബന്ധമില്ലാത്ത കാര്യങ്ങളാണ്. നമ്മളിവിടുത്തെ അസൈൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് അസൈൻ ആയി കഴിഞ്ഞു. ഇനി നമ്മൾ ഈ അസൈൻമെൻറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടേൺഡ് അസൈൻഡ് അപ്പോൾ നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കും. നമ്മളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ ആൻസർ ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് ക്ലിക്ക് ചെയ്യാം. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക്. അപ്പോൾ ഞാൻ വേറൊരു ഐഡിയന് ഇതുപോലെ ചെയ്യട്ടെ. അപ്പോൾ നമുക്ക് നോക്കാൻ പറ്റുന്നുണ്ടോയെന്ന്. ഞാൻ വേറൊരു ഐഡിയ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ അസൈൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ആൾക്കാർ ഇനി ചെയ്യാണ്ടെന്നും ടേൺഡ് ഇൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ആൾക്കാർ ചെയ്തുമെന്നാണ് നമുക്കിവിടെ കാണാനായി സാധിക്കും. ഒരാൾ ചെയ്തത് ഞാൻ തന്നെയാണ്. ഞാൻ എൻ്റെ വേറെ ഐഡിയിൽ പോയി ചെയ്തതാണ്. അപ്പോൾ ഞാനിത് എൻ്റെ മറ്റേ ഐഡിയിൽ നിന്ന് കയറിയപ്പോൾ ഇവിടെ ടേൺഡ് 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൂടി ഒരാളുള്ളൂ അയാൾ ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാവാൻ സാധിക്കും. അതിന് ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്താൽ മാത്രം മതി, വേറെ ചെയ്യേണ്ട. ഇനി നമ്മൾ ഇവിടെ പീപ്പിളിൽ നമ്മൾക്ക് അറിയാം നമ്മൾക്ക് ടീച്ചേഴ്സിനെ ആഡ് ചെയ്യാനും സ്റ്റുഡൻസിനെ ആഡ് ചെയ്യാനാണ്. നമ്മളിത് മുമ്പ് പറഞ്ഞല്ലോ ഇത് എന്തിനുള്ളതാണെന്ന്. നമുക്ക് വേണമെങ്കിൽ സ്റ്റുഡൻസിനെ റിമൂവ് ചെയ്യാനും സാധിക്കേണ്ടതാണ്. നമുക്ക് വേണമെങ്കിൽ സ്റ്റുഡൻസിനെ റിമൂവ് ചെയ്യാൻ സാധിക്കണം. റിമൂവ് ചെയ്യണമെങ്കിൽ ഭയങ്കര എളുപ്പമാണ്. ആ സ്റ്റുഡൻറ്റിനെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ആക്ഷൻസ് ക്ലിക്ക് ചെയ്തിട്ട് റിമൂവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ റിമൂവ് ചെയ്യണത് എങ്ങാനും വല്ല ഇൻട്രൂഡേഴ്സ് നിങ്ങളുടെ ഇതിൽ കയറി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാവുന്നതായിരിക്കും. ഇനി ഗ്രേഡ്സ് എന്ന് പറഞ്ഞത് നിങ്ങളുടെ ക്ലാസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഗ്രേഡ്സ് കാണാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ ഈ ക്ലാസ് വർക്കൊക്കെ സബ്മിറ്റ് ചെയ്തിട്ട് അവർക്ക് കിട്ടുന്ന ഗ്രേഡ്സ് കാണാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഗ്രേഡ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. അപ്പോൾ ഇത്രയ്ക്കും ഉപയോഗങ്ങളാണ് നമ്മുടെ ഈ ക്ലാസ് റൂം കൊണ്ടുള്ളത്. ഇനി വേണമെങ്കിൽ വേറെ ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഷെഡ്യൂളൊക്കെ ചെയ്യാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടുന്നതായിരിക്കും. അപ്പോൾ തൽക്കാലം ഞാൻ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഇതുപോലെ തന്നെ വ്യത്യസ്തമായ വീഡിയോസ് കാണാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.